ഹലോ. വണ്ണം കുറയ്ക്കാനും നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനും പീരിയഡ്സ് കറക്റ്റായിട്ട് ആവാനൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റാഗിയുടെ സ്മൂത്തിയാണ്. അപ്പോൾ റാഗിയുടെ സ്മൂത്തി എത്ര ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിലും ഈ ഒരു സ്മൂത്തി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതെൻ്റെ സ്വന്തം റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട്. അപ്പോൾ നിങ്ങൾ PCOD ഉള്ള ആൾക്കാരാണ്, ഒരുപാട് വണ്ണമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനും പിന്നെ അതേപോലെ തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ പീരിയഡ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾ രാവിലെയും രാത്രിയാണ് ഈ ഒരു സ്മൂത്തി കുടിക്കേണ്ടത്. അപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ ഒരു സ്മൂത്തി കുടിക്കുക. നിങ്ങൾക്ക് വിശക്കൊന്നുമില്ല, കാരണം നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശക്കുമെന്നൊന്നും ഒരു പേടി വേണ്ട. രാത്രി നിങ്ങൾ ഇത് കഴിക്കുക. ഉച്ചയ്ക്ക് വേണമെങ്കിൽ കുറച്ച് വീട്ടിലുണ്ടാക്കി കുറേ കറിയും കുറച്ച് ചോറും കഴിക്കുക. രാവിലെയും രാത്രിയും ഈ ഒരു സ്മൂത്തി കഴിക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വണ്ണം കുറഞ്ഞ PCOD ആണ്. അപ്പോൾ എനിക്ക് വണ്ണം കുറയ്ക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്ക് സൗന്ദര്യം വെക്കണം, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഹെൽത്തി ആവണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനൊരു സ്മൂത്തി കുടിക്കുന്നത്. അങ്ങനെ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കേണ്ട രീതി എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ വണ്ണം കുറഞ്ഞ പിള്ളേരാണത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത്തപ്പഴം ചേർക്കാവുന്നതാണ് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ റോബസ്റ്റോറാണ് ഞാൻ ചേർക്കുന്നത്, കാരണം എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള വണ്ണം എനിക്കിപ്പോൾ ആയിട്ടുണ്ട്. എനിക്ക് വണ്ണം കൂട്ടുകയും വേണ്ട, വണ്ണം കുറയ്ക്കുകയും വേണ്ട. അപ്പം ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വണ്ണം വെക്കും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കിയത് വെറുതെ ആവും. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിനെയൊക്കെ വളരെ മോശമായിട്ട് തന്നെ ബാധിക്കുന്നതാണ് ഈ ഒരു പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഷുഗർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ പാൽ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, റോബസ്റ്റോ എടുത്തിട്ടുണ്ട്, ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, കറുത്തമുന്തിരി എടുത്തിട്ടുണ്ട്, റാഗി എടുത്തിട്ടുണ്ട്. അപ്പോൾ റാഗിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നല്ല ഹെൽത്തിയാണ്. പിന്നെ വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ മിക്കപ്പോഴും ഇത് കുറുക്കുണ്ടായി കുടിക്കുന്നതാണ്. അപ്പോൾ കുറുക്കിന് പകരം ഈ ഒരു സ്മൂത്തി കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുടിക്കാനായിട്ട് നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് വിശക്കേ ഇല്ല. അപ്പോൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നതിന് മുൻപ് നമ്മൾ ആവശ്യത്തിനുള്ള റാഗി എടുത്തിട്ട് നമ്മൾ നല്ല പോലെ പാനിലിട്ടൊന്ന് വറുത്തെടുക്കണം, കാരണം അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പച്ചമണം ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് ആർക്കും റാഗിയുടെ സ്മൂത്തി ഇഷ്ടമല്ലാത്തത്. അങ്ങനെ ഞാനൊരു 3/4 ഗ്ലാസോളം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് റാഗി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറുക്കിയെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ കുറുകി വരുമ്പോൾ അതിൻ്റെ ഒരു പച്ചമണത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ പോയിട്ട് നമുക്ക് കുടിക്കാൻ പാകത്തിന് നല്ലൊരു ടേസ്റ്റിനുള്ളൊരു പരുവമായി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റാഗി ഒട്ടും കുടിക്കാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് റാഗി ഒട്ടും ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ നമുക്ക് റാഗി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അങ്ങനെ പച്ചമണം മാറുന്നത് വരെ നമുക്കത് എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ് നമുക്ക് വേവിച്ചെടുക്കണം, വേവിക്കാതെ എടുക്കരുത്, കാരണം നമ്മുടെ കിഡ്നിക്ക് ലോഡ് കൂടി പോകും. അപ്പോൾ ക്യാരറ്റ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴത്തിൻ്റെ കുരു നമ്മൾ കളഞ്ഞെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ പഞ്ചസാരയ്ക്ക് പകരം ഈന്തപ്പഴമാണ് ഞാൻ ചേർക്കുന്നത്. അങ്ങനെ ക്യാരറ്റ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈന്തപ്പഴവും പിന്നെ അതേപോലെ തന്നെ കറുത്ത മുന്തിരിയും ഞാൻ നല്ലപോലെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ മിക്സിയിൽ നമുക്കിത് അരഞ്ഞ് കിട്ടാൻ പാടാണ്. പിന്നെ 2 റോബസ്റ്റോളാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ വണ്ണം കുറഞ്ഞ PCODക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത്തപ്പഴം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ ക്യാരറ്റ് തന്നെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ തന്നെ കുറുക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പച്ചമണമൊക്കെ മാറ്റി എടുത്തിട്ട് റാഗി ഞാൻ കുറുക്കി എടുത്തിട്ട് ആറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ റോബസ്റ്റ് പഴം 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 എണ്ണം അരിഞ്ഞിട്ട് നമുക്കിത് ഷേക്ക് പരുവത്തിൽ നമുക്കത് ആക്കി എടുക്കണം. നല്ല ടേസ്റ്റാണ്, കാരണം റാഗിയുടെ ഷേക്കാണെന്ന് അത് പറയേയില്ല. അങ്ങനെ ഇത് സോക്ക് ചെയ്ത വെള്ളത്തേപ്പടിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, കാരണം ഇതിൻ്റെ വെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം കറുത്ത മുന്തിരിയും ഈന്തപ്പഴം വെള്ളത്തിലിട്ടതല്ലേ, നമുക്ക് ആ ഒരു വെള്ളം കുടിച്ചാൽ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം ഞാൻ ആ വെള്ളത്തേപ്പടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു സ്മൂത്തിൽ ഞാൻ ഒരു തരത്തിലുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ഈ ഒരു സോക്ക് ചെയ്ത വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ റാഗി കുറുക്കിയെടുത്തത് നമ്മുടെ നല്ലപോലെ ആറി വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് റാഗിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിത് എനിക്കും എൻ്റെ ഉമ്മാക്കും കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഉണ്ടാക്കുന്നത്. എനിക്കും എൻ്റെ ഉമ്മാക്കും ഇത് തന്നെ ഭയങ്കര ധാരാളമാണ്. അങ്ങനെ തന്നെ ക്യാരറ്റ് തന്നെ ചൂടാറിയിട്ടില്ല, എന്നാലും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്, കാരണം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. രാത്രി ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേവിച്ച് ക്യാരറ്റ് ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പാലും കൂടെയും ചേർത്ത് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പശുവും പാലാണ് മേടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സ്മൂത്തി തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. റാഗിയുടെ സ്മൂത്തിയാണെന്ന് പറയേയില്ല. PCODക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്മൂത്തി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ